മോഹൻലാൽ നാളെ മാധ്യമങ്ങളോട് പ്രതികരിക്കും. അമ്മ സംഘടനയിലെ കൂട്ടരാജിക്ക് ശേഷം ആദ്യമായാണ് മോഹൻലാൽ പ്രതികരിക്കുന്നത്. നാളെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചടങ്ങിന് ശേഷമാകും പ്രതികരിക്കുക. വിജിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ AMMയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെയുള്ള മോഹൻലാലിന്റെ പ്രതികരണമാവും നാളെ. വിശദാംശങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ ഈ മോഹൻലാലിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളും ഒപ്പം തന്നെ പൊതുസമൂഹവും. അതിനിടയിലാണ് നിലവിൽ ഇതുവരെയും സംസ്ഥാനത്തില്ലായിരുന്ന മോഹൻലാൽ നിലവിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് ആണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് 3 പരിപാടികൾ നാളെ മോഹൻലാലിനുണ്ട്. അതിനിടയിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ. അതിനിടയിലാണ് നിലവിൽ അനൌദ്യോഗികമായി 12 മണിക്ക് നടക്കുന്ന KCLന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരള ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മോഹൻലാൽ. അതിനുശേഷം പ്രതികരിക്കും എന്ന അനൌദ്യോഗികമായ ഒരു പ്രതികരണമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. മോഹൻലാലുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ലഭിക്കുന്ന വിവരം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ ആരായാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലേക്ക് എത്തുന്നത്. കാരണം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു മോഹൻലാൽ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മോഹൻലാലിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ 2 പരിപാടികൾ കൂടി നാളെ തലസ്ഥാന നഗരത്തിൽ തന്നെ മോഹൻലാലിനുണ്ട്. ഒന്ന് ബേബി ജോണിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. മറ്റൊരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടി കൂടിയാണ്. അതിനിടയിൽ എവിടെയെങ്കിലും പ്രതികരണം ആരായുന്നതിനിടയിലാണ് ഇപ്പോൾ അനൌദ്യോഗികമായി മോഹൻലാൽ ഈ 12 മണിക്ക് നടക്കുന്ന KCLുമായി ബന്ധപ്പെട്ട പരിപാടി ശേഷം ഇത്തരത്തിലൊരു പ്രതികരണം നൽകാം എന്ന് അറിയിച്ചിരിക്കുന്നത്. ാണ് വിശദാംശങ്ങൾ നൽകിയത്. KCLുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിക്ക് ശേഷം നാളെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.